ഇനി ഈ വാഹനത്തിനകത്തേക്ക് വന്നിരിക്കുന്ന ഗംഭീര മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പല ഫീച്ചേഴ്സ്, അതായത് വാഹനം ലൈൻ വിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുക, അല്ലെങ്കിൽ ഫ്രണ്ടിലുള്ള വാഹനത്തിന്റെ സ്പീഡിനനുസരിച്ച് നമ്മുടെ വാഹനത്തിന്റെ സ്പീഡ് ക്രമീകരിക്കുക, ബ്രേക്ക് ചവിട്ടാനായിട്ട് ഇപ്പോൾ എന്തെങ്കിലും പറ്റാതെ വന്നു കഴിഞ്ഞാൽ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്ത് നിർത്തുക. അപ്പോൾ ഇത്തരത്തിലുള്ള 19ഓളം ഫീച്ചേഴ്സ് ആണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. കാരണം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എത്ര പേര് ഉപയോഗിക്കുന്നുള്ളത് കണ്ടിരുന്നു. കാരണം വാഹനത്തിനകത്തേക്ക് പൊടിയൊക്കെ കയറുന്ന ഒരു അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നത് സ്വിറ്റ്സർലാൻഡോ UK ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും പൊടിപടലം ഇല്ലാത്ത സ്ഥലം ആയതുകൊണ്ടല്ല, മഞ്ഞുള്ള സ്ഥലങ്ങളാണെങ്കിൽ അത്രയും വലിയ പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ പൊടി അടിച്ച് ഇത് മുഴുവൻ നാശകോശമാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോപ്പ് മൈ ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഏറ്റവും പുതിയ ഹുണ്ടയുടെ ക്രെറ്റയാണ്. 2024 ഫേസ് ലിഫ്റ്റ് ആണ് വരുന്നത്. ജനറേഷൻ 4 വരുന്ന ഈ വാഹനത്തിനകത്ത് വന്ന പ്രകടമായിട്ടുള്ള മാറ്റങ്ങളാണ്. ഒരുപാട് വീഡിയോസ് നിങ്ങളിപ്പോൾ യൂട്യൂബിൽ കണ്ടു കാണായിരിക്കും. എന്നാലും വളരെ സിമ്പിളറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ഇതിന്റെ മാറ്റങ്ങളാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഈ വാഹനത്തിന്റെ ലുക്ക് വൈസ് അല്ലെങ്കിൽ ഡയമെൻഷൻ വൈസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ലുക്ക് വൈസ് നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള മാറ്റമാണ്. ഡയമെൻഷൻസിൽ കാര്യമായിട്ടുള്ള മാറ്റമില്ല. 4333 മില്ലിമീറ്റർ ആണ് വാഹനത്തിന്, 330 മില്ലിമീറ്റർ ആണ്. അതായത് 30 മില്ലിമീറ്റർ വാഹനത്തിന്റെ ലെങ്ത് കൂടിയിട്ടുണ്ട്. അതായത് നീളം ലൈറ്റ് ആയിട്ട് കൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. അല്ലാതെ ഇതിന്റെ ബാക്കിയുള്ള ഡയമെൻഷൻസിനൊന്നും യാതൊരു വ്യത്യാസമില്ല. വീൽ ബേസ് 2610 തന്നെയാണ്. അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസും 190 മില്ലിമീറ്റർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് വാഹനത്തിന്റെ ഒരു ആകാര വലുപ്പത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ഈ വാഹനത്തിനകത്തേക്ക് വന്നിരിക്കുന്ന ഗംഭീര മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രത്യേകിച്ച് സേഫ്റ്റിയുടെ ഫീച്ചേഴ്സ് കൂട്ടാൻ വേണ്ടി 19ഓളം അഡാസ് ഫീച്ചേഴ്സ് വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അഡാസ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റംസ് ആണ് വരുന്നത്. അത് പ്രത്യേകിച്ച് റോഡിൽ കൂടെ ഓടുന്ന സമയത്ത് ഡ്രൈവറെ സഹായിക്കത്തക്ക രീതിയിലുള്ള പല ഫീച്ചേഴ്സ്, അതായത് വാഹനം ലൈൻ വിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുക, അല്ലെങ്കിൽ ഫ്രണ്ടിലുള്ള വാഹനത്തിന്റെ സ്പീഡിനനുസരിച്ച് നമ്മുടെ വാഹനത്തിന്റെ സ്പീഡ് ക്രമീകരിക്കുക, ബ്രേക്ക് ചവിട്ടാനായിട്ട് ഇപ്പോൾ എന്തെങ്കിലും പറ്റാതെ വന്നു കഴിഞ്ഞാൽ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്ത് നിർത്തുക. അപ്പോൾ ഇത്തരത്തിലുള്ള 19ഓളം ഫീച്ചേഴ്സ് ആണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. അത് പ്രധാനമായിട്ടും ഇതിനകത്തേക്ക് സാധ്യമാകുന്നത് വാഹനത്തിനകത്ത് ഈ ഗ്ലാസിന്റെ ഏരിയയിൽ വരുമ്പോൾ ഒരു ക്യാമറ, അതായത് അഡാസിനുള്ളൊരു ക്യാമറ യൂണിറ്റ് വാഹനത്തിന്റെ ഗ്ലാസിന്റെ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ വാഹനത്തിന്റെ ഗ്രില്ലുകളിലേക്ക് വരുന്ന സമയത്ത് ഒരു റെഡാർ യൂണിറ്റും, അതായത് ഈ ഒരു വശത്ത് ഒരു റെഡാർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ 2 യൂണിറ്റുകൾ കൊണ്ടാണ്, പിന്നെ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടുകൂടിയാണ് അഡാസ് ഫീച്ചറുകൾ വർക്ക് ചെയ്യുന്നത്. ഈ വാഹനത്തിന്റെ ലുക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ബോണറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നേരത്തെ ക്രെറ്റയിലേക്ക് ഒരു ഉരുണ്ട ബോണറ്റ്, അതായത് ഇങ്ങനെ കർവ് ആയിട്ടുള്ള ഒരു ബോണറ്റ് വരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ബോണറ്റ് വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ബോണറ്റിന്റെ ലൈൻസ് നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും. അത് ബ്യൂട്ടിഫുള്ളി വളരെ മനോഹരമായിട്ടുള്ള SUVയുടെ ഒരു ലുക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ബോണറ്റ് ഹുഡ് വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിനെ ഏറ്റവും മനോഹരമാക്കുന്നത് അതിന്റെ പൊസിഷൻ DRL ലാംപ്സ് ആണ്. ഒരു മൂൺലൈറ്റ് കളറിൽ അല്ലെങ്കിൽ ചന്ദ്രന്റെ കളറിൽ കത്തി നിൽക്കുന്ന സമയത്ത്, ഉദിച്ച് നിൽക്കുന്ന സമയത്തുള്ള ആ ഒരു വൈറ്റ് കളർ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് വാഹനത്തിന്റെ ഫ്രണ്ട് ഫുള്ള് കവർ ചെയ്തുകൊണ്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു ലൈറ്റ് ക്ലസ്റ്റർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. LED ആണ് വരുന്നത്. അപ്പം അതിനകത്ത് മനോഹരമായിട്ടുള്ള സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു ടേൺ ഇൻഡിക്കേറ്ററും വാഹനത്തിനകത്ത് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പർ പോർഷൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. റോഡിൽ നല്ല പ്രസൻസ് വാഹനത്തിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗ്രില്ലുകളിലേക്ക് വരുമ്പോൾ പാരാമെട്രിക് ആയിട്ട് വരുന്ന ക്രോം ഇൻസെർട്ടുകൾ വരുന്ന ഗ്രില്ലുകളാണ്. അതും വലിയ ഒരു സ്ലോട്ട്സിലായിട്ട് വന്നിരിക്കുന്നത്. നേരത്തെ കുറച്ചുകൂടെ അടുത്ത സ്ലോട്ട്സ് ആയിരുന്നു, പക്ഷേ ഇച്ചിരി വലുതാണ്. അതുപോലെ മനോഹരമായിട്ടുള്ള ഹുണ്ടയുടെ ലോഗാണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നേരത്തെ ഒരു സിൽവർ ഫിനിഷിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു അലുമിനിയം ഫിനിഷിലായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലോഗോയുടെ ഫിനിഷ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹെഡ് ലാംപ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോഡ് ബീം ആയിട്ട് വരുന്ന ഹെഡ് ലാംപ്സ് ആണ്. നേരത്തെ ഒരു 3 ചേമ്പറിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു 4 ചേമ്പറിലാണ്. അപ്പോൾ ഹൈ ബീം താഴെയും ലോ ബീം മുകളിലാണ് വരുന്നത്. അപ്പം ഇതെപ്പോഴും ഈ ലൈറ്റ്സ് ആയിരിക്കും കത്തിക്കുന്നത്. ഹൈ ബീം ഇടുന്ന സമയത്ത് അല്ല, പാസ് അടിക്കുന്ന സമയത്ത് മാത്രമേ അത് കത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് വാഹനത്തിലേക്ക് ബമ്പേഴ്സിലേക്ക് വന്നാൽ ന്യൂ ആയിട്ട് പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു ആഷ് കളറുള്ള ഒരു ബമ്പറാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് തൊട്ട് താഴെയായിട്ട് എയർ ഡാംസും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നതാണ്. അതിനകത്ത് റെഡാർ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിലുള്ള കാഴ്ച. നമുക്കിനി സൈഡിലേക്ക് വരുന്ന സമയത്ത് ലെങ്തിന്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് അങ്ങനെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ ഈ ഒരു ടയേഴ്സിലേക്ക് വരുന്ന സമയത്ത് 17 ഇഞ്ചിന്റെ നമുക്ക് ഡയമണ്ട് കട്ടായിട്ട് വരുന്ന അലോയ് വീൽസ് ആണ്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇതിന്റെ യാത്രാസുഖത്തെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ക്രെറ്റ അത്യാവശ്യം നല്ല യാത്രാസുഖമുള്ള ഒരു വാഹനമാണ്. ഫ്രണ്ടിൽ മക്ഫേഴ്സന്റെ സ്ട്രട്ടും കോയിൽ സ്പ്രിംഗ് ആണ്. ബാക്കിൽ കപ്പിൾഡ് ടോർഷൻ ബീമാണ് വാഹനത്തിന് വന്നിരിക്കുന്നത്. ഇനി വീതിയുള്ള ഫെൻഡേഴ്സ് വാഹനത്തിന്, അതുകൊണ്ട് അതിന് മെയിനായിട്ട് IR ബീമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള IR ബീം ആണ്. സീക്വൻഷ്യൽ ആയിട്ടുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നമുക്കൊരു 360 ഡിഗ്രി ക്യാമറയുടെ ഉള്ള ക്യാമറ സപ്പോർട്ടും കാണാം. അത് തന്നെ ഫ്രണ്ടിലെ ഗ്രില്ലിലും ലൈക്ക് നമ്മുടെ ഫ്രണ്ടിലെ ആ ലോഗോയുടെ അടിയിലും അത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വാഹനത്തിന് 4 വശത്തും ആ ഒരു ക്യാമറ യൂണിറ്റുകളുണ്ട്. ഡോർ ഹാൻഡിൽസിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ക്രോം ഫിനിഷ് ഉള്ള ഡോർ ഹാൻഡിൽസ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും അങ്ങനെ തന്നെയാണ്. അത് വളരെ ബ്യൂട്ടിയാണ്.
ഇതാ ഇനിയിപ്പോൾ നമ്മൾ പതുക്കെ റൂഫിലേക്ക് പോകുന്ന സമയത്ത് നമുക്കിവിടെ ഒരു റൂഫ് റെയിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് ഫംഗ്ഷനിങ് ആയിട്ടുള്ള റൂഫ് റെയിലുള്ള ഭംഗിക്ക് വെച്ചിരിക്കുന്നതാണ്, അതും കാണാണ്ട് കൊള്ളാം. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു ഇതാ ഈ ഒരു ഏരിയ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒരു അലുമിനിയം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്, ബ്യൂട്ടിഫുൾ ആണ്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഫ്യൂലിൻ്റെ ലിഡ് കാണാൻ 50 ലിറ്ററിൻ്റെ ഒരു ഫ്യൂൽ ലിഡാണ് വരുന്നത്. ഇതൊരു CRDI അതായത് ഡീസൽ എഞ്ചിനാണ് വരുന്നത്. SX എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. നമുക്ക് വാഹനം നമുക്ക് പ്രധാനമായിട്ട് 7 ഓപ്ഷൻസിലാണ് നമുക്ക് കിട്ടുന്നത്. ഈ മുതൽ SX ഓപ്ഷനിൽ വരെയുള്ള വേരിയൻസ് ആണ്. ഓക്കെ, അപ്പം ഏറ്റവും ടോപ്പ് വരുന്നത് SX ഓപ്ഷനിലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിനകത്ത് 3 എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട്. 3 എഞ്ചിൻ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ട് വരുന്ന എഞ്ചിനുണ്ട്. അതുപോലെ ഒരു ടർബോ പെട്രോൾ 1.5 ലിറ്റർ ഉണ്ട്. അതുപോലെ ഒരു 1.5 ലിറ്ററിൻ്റെ ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട്. അപ്പോൾ ഹുഡ് തുറക്കുന്ന സമയത്ത് കുറച്ചും കൂടെ അതിൻ്റെ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ പറയാം. ഇനി ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കളേഴ്സിനെ കുറിച്ച് ഞാൻ പറയാം. നമുക്ക് 6 തരത്തിലുള്ള സിംഗിൾ ടോൺ കളേഴ്സും ഒരു മോണോടോൺ കളേഴ്സുമാണ് വാഹനത്തിൽ വരുന്നത്. പുതുതായിട്ട് വരുന്ന ഒരു എമറാൾഡ് ഗ്രീൻ എന്ന് പറഞ്ഞൊരു കളറും കൂടെ വാഹനത്തിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി റൂഫിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മുകളിലാണെങ്കിൽ ഷാർഫിൻ ആയിട്ടുള്ള ആൻഡിന് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് സ്പോയിലറും ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡീഫോഗറുള്ള ഒരു ഗ്ലാസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ ഇവിടെ നമുക്കൊരു വൈപ്പറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടെയിൽ ലാമ്പിൻ്റെ ക്ലസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ ആണ്. അതായത് വാഹനത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ഫ്രണ്ടിലുള്ള DRLസും പൊസിഷൻ ലാമ്പ്സും വാഹനത്തിൻ്റെ ബാക്കിലുള്ള ലൈറ്റ്സാണ്. LED ആയിട്ട് വരുന്ന ലൈറ്റ്സ് ആണ് വരുന്നത്. ഫുള്ളി കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. അത് നല്ല രസമുണ്ട്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരു L ഷേപ്പിൽ ഫുള്ളി കണക്റ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് സീക്വൻഷ്യലായിട്ട് ഇവിടെ കത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടെ നമുക്ക് ഹുണ്ടയുടെ ലോഗോ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതുണ്ട്, ഇത് നമുക്ക് ഹുണ്ടയുടെ ലോഗോ ഇരിക്കുന്നുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക് ഒരു ഗ്ലാസ് ഏരിയക്കകത്താണ് ഇരിക്കുന്നത്. ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് വാഹനത്തിൻ്റെ ബൂട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. ബൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ 433 ലിറ്ററിൻ്റെ വലിയൊരു ബൂട്ട് സ്പേസ് ആണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു പാഴ്സൽ ട്രെയിൻ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടയേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ വാഹനത്തിന് നിലവിലിട്ടിരിക്കുന്നത് 17 ഇഞ്ച് വലിപ്പമുള്ള ടയേഴ്സ് ആണെങ്കിൽ ഇതൊരു 16 ഇഞ്ചുള്ള പ്രൊഫൈൽ വരുന്ന ടയേഴ്സാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ ലാച്ച് ഉണ്ട്, ഇത് വലിച്ച് നമുക്ക് പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുപോലെ ഇവിടെ താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു 360 ഡിഗ്രിക്കുള്ള ഒരു ക്യാമറ ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ ലൈസൻസ് പ്ലേറ്റ് ഇലിമിനേറ്റ് ഉള്ള ലൈറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ ക്രെറ്റയുടെ ആ ഒരു റൈറ്റിംഗ് എംബോസ് ചെയ്തിരിക്കുന്നത് കാണാം. ഇവിടെ SX ഓപ്ഷണൽ എന്നുള്ളൊരു റൈറ്റിംഗ് നമുക്ക് കാണാനായിട്ട് പറ്റും. ബമ്പേഴ്സിലേക്ക് വരുവാണെങ്കിൽ ബമ്പേഴ്സിന് സ്കിപ്പ് പ്ലേറ്റിലേക്കൊക്കെ വരുന്ന സമയത്ത് ആഷ് കളറിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം നമുക്ക് ബാക്ക് ലൈറ്റ് വന്നിരിക്കുന്ന ഒത്തു നടുക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വശത്തേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെൻസേഴ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. അല്ലെ ബാക്കിൽ റിഫ്ലക്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഇതാണ് സൈഡിൽ നിന്നുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. നമുക്ക് വാഹനത്തിൻ്റെ അകത്തേക്ക് നമുക്ക് പോകാം. അകത്തേക്ക് പോകുന്ന സമയത്ത് എന്താണ് ഇതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഡോർ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നല്ല ബലവത്തായിട്ടുള്ള ഡോർസാണ്. അകത്തേക്ക് നോക്കിയാൽ വളരെ ലഷ് പ്രീമിയം ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ആഷ് കളറാണ്, ലൈക്ക് ഒരു ഓഫ് ആഷ് എന്നൊക്കെ നമ്മൾ പറയാം. അതായത് ഒരു ഗ്രേ ടോൺ ആണ് മൊത്തത്തിൽ. അതുപോലെ നല്ല സോഫ്റ്റർ ആയിട്ടുള്ള പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡോർ ട്രിമിൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഡോർ ട്രിമിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ഇതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ കാണാം. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കാനൊന്നുമില്ല. അതുപോലെ ബോട്ടിൽ ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിനകത്ത് ബോസിൻ്റെ ഓഡിയോ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. 8 സ്പീക്കേഴ്സ് ഉണ്ട്. അതായത് 2 ട്യൂട്ടർ, 4 ഡോസിന് 4 സ്പീക്കേഴ്സ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കോർണറിലായിട്ട് നമുക്ക് ട്യൂട്ടറും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഡോർ ട്രിമിൽ നിന്നുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി സീറ്റുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള കളറും കൊള്ളാം. അതുപോലെ തന്നെ മെറ്റീരിയലും നല്ല രസമുണ്ട്. അടിപൊളിയായിട്ടുള്ള ലെതററ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. പെർഫോറേറ്റഡ് ആയിട്ട് വരുന്ന സീറ്റുകളാണ്. ഫ്രണ്ടിലുള്ള 2 സീറ്റുകളും വെന്റിലേറ്റഡ് ആയിട്ടുള്ള സീറ്റുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് സീറ്റ്സ് നമുക്ക് AC ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരം തണുപ്പിക്കാൻ വേണ്ടി സീറ്റ്സിനകത്തോടെ നമുക്ക് എയർ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് AC ഒരു കൺട്രോൾ അനുസരിച്ച് അത് വന്നോളും. നമുക്ക് ഈ സീറ്റ്സ് നമുക്ക് 8 തരത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുള്ള സ്വിച്ചസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഉണ്ടാവും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്വിച്ചസ് ആണ്. അതുപോലെ നമുക്ക് ഈ ഒരു ബാക്ക് റെസ്റ്റും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് ആ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പം അത്തരത്തിൽ നമുക്ക് ഡ്രൈവറിന് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇനി വാഹനത്തിൻ്റെ അകത്തേക്ക് നമുക്ക് പോകാം. അകത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വാഹനത്തിൻ്റെ ഡാഷ്ബോർഡും അതുപോലെ തന്നെ നമുക്ക് വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീലും നമുക്ക് നോക്കാം. ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് ആയിട്ട് വരുന്ന ക്രെറ്റയുടെ അകത്തേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഡാഷ്ബോർഡ്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊരു പ്രീമിയം ആയിട്ട് വരുന്ന ഡാഷ്ബോർഡ് ആണെന്ന് നോക്കിയാൽ. ഇത്രയും വലിയൊരു സ്ക്രീൻ കണ്ടോ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഒരു സ്ക്രീൻ നമുക്ക് കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ ആക്ച്വലി അത് ഒറ്റ സ്ക്രീൻ അല്ല കേട്ടോ, ഈ 2 സ്ക്രീൻസ് ആണ് കേട്ടോ. ഇവിടം വരെയുള്ള ഒരു സ്ക്രീനും ഇവിടം വരെയുള്ള സ്ക്രീനും കൊടുക്കുന്നത്. അതായത് 10.25 ഇഞ്ചിൻ്റെ 2 സ്ക്രീൻസ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ അതും വളരെ മനോഹരമായിട്ടാണ് ആ സ്ക്രീൻസ് കൊടുത്തിരിക്കുന്നത്. ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇതിന്റെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് പറയാൻ ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യത്തെ കണക്റ്റഡ് ആയിട്ടുള്ള കാറായിട്ട് വന്ന വെനു ആണ്. അപ്പോൾ അതിനകത്ത് ബ്ലൂ ലിങ്ക് വന്നിട്ടുണ്ട്, ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി ഉണ്ട്, അലക്സയുടെ കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കണക്ടിവിറ്റി ഉണ്ട്. നമുക്ക് വീട്ടിൽ അകത്ത് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ വാഹനത്തിന്റെ AC ഓൺ ആക്കാനും വാഹനത്തിന്റെ വിൻഡോസ് ആക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം അതെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് ഇൻസ്ട്രുമെന്റ് പാനലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് പാനലാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. വളരെ ഭംഗിയാണ് ഇത് കാണുക എന്ന് പറയുന്നത്. ഇതാണ്ടോ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കേ. ഓക്കെ, അത് ഡിജിറ്റൽ ഡയൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് TPMs അതുപോലത്തെ എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് വ്യൂ മോണിറ്റർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ റൈറ്റ് സൈഡ് ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട സമയത്ത് ഇതുണ്ട്, അവിടെ ഒരു ക്യാമറ ഓൺ ആയി വന്നിരിക്കാം. റൈറ്റ് സൈഡിലെ ക്യാമറ ബാക്കിൽ നിന്ന് ഓവർടേക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ബാക്കിൽ നിന്ന് വേറെ വണ്ടി വരുന്നുണ്ടെന്നൊക്കെ നമുക്ക് ഇത് നോക്കി അറിയാനായിട്ട് പറ്റും. ഈ വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ വശത്തെ ക്യാമറ ഓൺ ആയിരിക്കുന്നതും കാണാം. അതും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പം ഇത്രയും ഒരു സേഫ്റ്റി ഫീച്ചർ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഇനി സ്റ്റിയറിംഗിന്റെ കാര്യങ്ങൾ നോക്കാം. ഇതൊരു ഡീ കട്ട് ആയിട്ട് വരുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഈ വാഹനം ഒരു ഡീ കട്ട് ആയിട്ട് വരുന്ന സ്റ്റിയറിംഗ് വീലാണ്. അതുപോലെ തന്നെ ഈ വശത്തേക്ക് വരുവാണെങ്കിൽ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിന് വേണ്ടിയുള്ള ലൈൻ കീപ്പിനൊക്കെയാണുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുമ്പോൾ, ഈ വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഹാൻഡ് ഫ്രീ അസിസ്റ്റിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഹോണ്ടയുടെ ലോഗോ ആണ്, ഫോണും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പം മനോഹരമായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീല്, അതുപോലെ ഇൻസ്ട്രുമെന്റ് പാനലും അതുപോലെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഒക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വശത്തേക്ക് വരുവാണെങ്കിൽ AC വെന്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ പ്രീമിയം ആയിട്ടുള്ള AC വെന്റുകളാണ് കാണുന്നത്. അതുപോലെ ഈ വശത്ത് നമുക്കൊരു ഫോണൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. താഴോട്ട് വരുവാണെങ്കിൽ കൂൾഡ് ആയിട്ട് വരുന്ന ഒരു ഗ്ലൗ ബോക്സ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്ത് സാധനങ്ങൾ വെച്ച് തണുപ്പിക്കാൻ സാധിക്കും. AC കൺട്രോൾസ് ഒക്കെ ഭയങ്കര പ്രീമിയമാണ് കേട്ടോ. അത് അത്രയും പ്രീമിയം കാറുകൾ കാണുന്ന അതേ ഇതാണ്. ഈ ഒരു വാഹനത്തിനകത്ത് വന്ന ഒരു പ്രത്യേകത, AC കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഡ്യുവൽ ക്ലൈമറ്റ് കൺട്രോൾ ആയിട്ട് വരുന്ന AC ആണ്. അതായത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം, റൈറ്റ് സൈഡിൽ ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. അതിനുള്ള സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെ കുറേ സ്വിച്ചസും കാര്യങ്ങളും, മീഡിയയുടെയും റേഡിയോയുടെ നാവിഗേഷനൊക്കെ സ്വിച്ചസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഈ താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു വയർലെസ് ചാർജിങ് യൂണിറ്റ് വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വയർലെസ്ലി ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ USB പോർട്ടും അതുപോലെ C പോർട്ടും ഉണ്ട്. 12 വോൾട്ടിന്റെ ഒരു ചാർജിങ് യൂണിറ്റ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി വാഹനത്തിന്റെ ട്രാൻസ്മിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് ഡീസലാണ്. ഡീസലിനകത്ത് 2 ട്രാൻസ്മിഷനാണ് വരുന്നത്. അതിനകത്ത് ഇത് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വാഹനത്തിനകത്ത് ഈ ഒരു വാഹനത്തിനകത്ത് മെയിറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ടോർക്ക് കൺവേർട്ടറും കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ 2 സ്വിച്ചസ് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിന്റെ സീറ്റ് വെന്റിലേഷന്റെ കൺട്രോൾസ് ആണ്. 2 സീറ്റ്സിനകത്ത് നമുക്ക് വെന്റിലേഷൻ ഓൺ ഓഫ് ആക്കാനുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുകൂടാതെ 360 ഡിഗ്രിയുടെ ക്യാമറയാണ്. ഫ്രണ്ടിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ആ ഒരു വ്യൂവും കാര്യങ്ങൾ കാണാം. നമുക്ക് പല രീതിയിൽ നമുക്ക് ഈ വാഹനത്തിന്റെ വ്യൂസ് ഒക്കെ നമുക്ക് കാണാൻ വരും. ലെഫ്റ്റും സൈഡും റൈറ്റും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓണും ഓഫ് ആക്കാനുള്ള സ്വിച്ചസൊക്കെ കാര്യങ്ങളൊക്കെയാണ് ആ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിലേക്ക് വരുവാണെങ്കിൽ ഇതുണ്ടോ, ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് ആണ് കാണുന്നത്. നമുക്ക് അത് എൻഗേജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഓട്ടോ ഹോൾഡ് ആണ് കേട്ടോ. വാഹനം കയറ്റം കയറുന്ന സമയത്ത് പുറകോട്ട് ഇറങ്ങി വരാതിരിക്കാനുള്ള ഹോൾഡ് ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ തന്നെ കീസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കീസ് ആണ് വരുന്നത്. ബോട്ടിൽ ഹോൾഡേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ട്. അത് കൂടാതെ നമുക്കത് ഇവിടെ ഒരു ആംബ്രസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ആംബ്രസ്റ്റും അതുപോലെ തന്നെ വാഹനത്തിനകത്ത് നമുക്കൊരു സ്റ്റോറേജ് സ്പേസും നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ സീറ്റും ഈ ഡാഷ്ബോർഡ് ക്രമീകരിച്ചൊക്കെ വരുന്നത്. നമുക്കിനി പതുക്കെ റൂഫിലേക്ക് വരാം. റൂഫിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് IRBM ഓട്ടോമാറ്റിക് ആയിട്ടുള്ള IRBM നമുക്ക് കാണാം. അതായത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഡയറക്റ്റ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആയിക്കോളും. ആ IRBM ആ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ SOSന്റെ സ്വിച്ച്, അതുപോലെ ടോ അസിസ്റ്റ്, ബ്ലൂ ലിങ്ക്, ഇത്രയും സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ബാക്കിലായിട്ടാണ് മറ്റേ ഒരു അഡാസിന്റെ ക്യാമറ വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ ഗോഗിൾസ് ഒക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട്. അതുപോലെ നമുക്ക് മൂൺലൈറ്റ് കളറുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഈ 2 വശത്തായിട്ട് നമുക്ക് സൺറൈസേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനകത്ത് വാനിറ്റി മിററും കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഏറ്റവും വലിയ സൺറൂഫ് ഉള്ളൊരു വാഹനമാണ്. അപ്പം സൺറൂഫ് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം. റൂഫിൻ്റെ ഏരിയ കംപ്ലീറ്റ് ബാക്ക് വരെ നമ്മൾ സൺറൂഫാണ് നമുക്ക് ഓപ്പൺ ചെയ്യാം. പിന്നെ ഇതൊരു ഫീച്ചറായിട്ട് പറയുന്നുള്ളൂ. കാരണം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എത്ര പേര് ഉപയോഗിക്കുന്നുള്ളത് കണ്ടിരുന്നു. കാരണം വാഹനത്തിനകത്തേക്ക് പൊടിയൊക്കെ കയറുന്ന ഒരു അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നില്ല സ്വിറ്റ്സർലാൻഡോ UK ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും പൊടിപടലില്ലാത്ത സ്ഥലം ആയതുകൊണ്ടല്ല. മഞ്ഞുള്ള സ്ഥലങ്ങളാണെങ്കിൽ അത്രയും വലിയ പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ പൊടി അടിച്ച് ഇത് മുഴുവൻ നാശകോശമാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഇതാണ് വാഹനത്തിന്റെ ഈ ഫ്രണ്ട് ക്യാബിനുള്ള കാഴ്ച എന്ന് പറയുന്നത്. നമുക്ക് വാഹനത്തിന്റെ ബാക്ക് സെക്കൻഡ് റോയിലേക്ക് വരാം. അപ്പം ഏറ്റവും പുതിയ ഹ്യുണ്ടായി ക്രെറ്റയുടെ ബാക്ക് റോയിലേക്ക് വരുമ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലെഗ് സ്പേസ് തന്നെയാണ്. അല്ലെങ്കിൽ വാഹനത്തിനകത്തെ ബാക്കിലെ ഒരു സ്പേസ് ആണ്. നമുക്കൊരു ക്രാമ്പിംഗ് ആയിട്ടുള്ള ഒരു ഫീൽ ഒട്ടും തോന്നത്തില്ല. കാരണം ഇഷ്ടം പോലെ സ്പേസ് ആണ്. പ്രത്യേകിച്ച് ഹെഡ് റൂം ആണ്. എനിക്ക് 170 സെന്റിമീറ്റർ പൊക്കമാണുള്ളത്, അതായത് 5.6 അടി. അപ്പോൾ ഞാൻ ഇരുന്ന് കഴിഞ്ഞിട്ട് ചാരി ഇരുന്ന് കഴിഞ്ഞിട്ട് എൻ്റെ തലയിലുള്ള ആ ഒരു ഹെഡ് റൂം നിങ്ങൾക്ക് കാണാൻ മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാല് മുട്ട് എത്ര റിലാക്സ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാലും മുട്ട് തട്ടുന്നില്ല എന്നുള്ളതും പ്രത്യേകത. വീതിയുള്ള സീറ്റുകളാണ്. ടൈ സപ്പോർട്ട്സ് കാര്യമായിട്ടുണ്ട്. പെർഫോറേറ്റഡ് ആയിട്ട് വരുന്ന സീറ്റുകളാണ്. ഓക്കെ,
അപ്പം അതൊക്കെ എന്താ പറയുക പെർഫറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഇതുണ്ട് ഈ ഹോൾസ് ഉള്ള സീറ്റ്സ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ബാക്കിൽ വെന്റിലേറ്റഡ് അല്ല എങ്കിലും പോലും ഫ്രണ്ടിലും ബാക്കിലും സീറ്റ്സ് ഒക്കെ പെർഫറേറ്റഡ് ആണ്. അപ്പം ഇത് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഒരു ആംബ്രസ്റ്റ് ഉണ്ട്, അതുപോലെ കപ്പ് ഹോൾഡർ ഉണ്ട്. വളരെ സുഭിക്ഷമായിട്ട് 2 പേർക്ക് ഇരുന്ന് നമുക്ക് യാത്ര ചെയ്യേണ്ടി പറ്റും. ബാക്കിൽ ശരിക്കും പറഞ്ഞാൽ 3 പേർക്ക് ഇത് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഒരാളെയും കൂടെ ഇരിക്കാം. ഒരാൾ ഇരുന്നാലും ഇഷ്ടം പോലെ സീറ്റിന് വീതി ഉള്ളതുകൊണ്ട് ഇരിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് വളരെ കുഷൻ എഫക്റ്റ് ഉള്ള ഹെഡ് റെസ്റ്റുകളുണ്ട്. ഇരുന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ഉറങ്ങാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ വാഹനത്തിനകത്തേക്ക് അധികം നോയ്സ് കടന്നു വരുന്നില്ല എന്നുള്ളതും പ്രത്യേകം. എഞ്ചിൻ ഓൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞാലും വാതിൽ തുറന്നു കിടക്കാനുള്ള സൗണ്ടുകൾ അല്ലെങ്കിൽ NVH ലെവൽസ് വളരെ കുറവുള്ളൊരു വാഹനമാണ്. ഇവിടെ ഒരു ഗ്രാബ് റെയിൽ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു റീഡിംഗ് ലാംപ്സും കാണാം. ബാക്കിലെ ഡോസിലും സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ടോണൊക്കെയാണ്. അതായത് നമ്മുടെ ഒരു കണ്ണിൻ്റെ കാഴ്ചയ്ക്കൊക്കെ ഒരു പ്രീമിയസ് തരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ബാക്കിലെ കാഴ്ച എന്ന് പറയുന്നത്. നമുക്ക് ഇനി ബൂട്ട് ഓപ്പൺ ചെയ്യട്ടെ, എഞ്ചിൻ ഓപ്ഷൻസും ട്രാൻസ്മിഷൻ ഓപ്ഷൻസും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ എഞ്ചിൻ ഓപ്ഷൻസിലേക്ക് നോക്കാം. നമുക്ക് ഏറ്റവും പുതിയ ക്രെറ്റയിൽ നമുക്ക് 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് കേട്ടോ കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ട് വരുന്ന പെട്രോൾ എഞ്ചിൻ. ഓക്കെ, അതിന് ഏകദേശം 115 PS പവർ ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കും. 143 Nm ടോർക്കുമാണ് ആ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊരു ഡീസൽ എഞ്ചിനാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഡീസലിലേക്ക് വരുന്ന സമയത്ത് 1.5 ലിറ്ററിന്റെ ഡീസൽ CRDI എഞ്ചിനാണ് വരുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിനും ഏകദേശം 116 PS പവറും 250 Nm ടോർക്കുമാണ് ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കുന്നത്. വളരെ നീറ്റർ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ബേയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇതൊക്കെ കൂടാതെ വാഹനത്തിനകത്ത് ഒരു എഞ്ചിൻ ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. ഞെട്ടിക്കുന്ന ഒരു ഓപ്ഷനാണ് 1.5 ലിറ്ററിന്റെ ടർബോ പെട്രോൾ ആണ്. 1.5 ലിറ്ററിന്റെ ടർബോ പെട്രോൾ ആണ്. 160 PSും 253 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി എഞ്ചിനും കൂടെ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്മിഷൻസിലേക്ക് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിന്റെ ട്രാൻസ്മിഷൻ ഞാൻ ഓൾറെഡി 2 പ്രാവശ്യം പറഞ്ഞു, എങ്കിലും ഒന്നുകൂടെ പറയാം. മാനുവലും ഓട്ടോമാറ്റിക്കും ഉണ്ട്. ഓക്കെ, പെട്രോളിലേക്ക് നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോളിലേക്ക് വരുമ്പോഴത്തേന് മാനുവലും ഉണ്ട്, IVT ട്രാൻസ്മിഷൻ ഇൻഡിവിജ്വൽ വേരിയന്റ് ആയിട്ട് വരുന്ന ട്രാൻസ്മിഷൻ ഉണ്ട്. അതുപോലെ ഇനി ഏറ്റവും ടോപ്പായിട്ട് നമ്മൾ കാണുന്ന 1.5 ലിറ്റർ ഈ ടർബോയ്ക്ക് അത് 7 സ്പീഡ് DCT ഗിയർ ബോക്സുമാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് വാഹനത്തിന്റെ ഒരു ഈ എഞ്ചിൻ ഓപ്ഷൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിന്റെ ഒരു മൈലേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല വാഹനങ്ങൾക്കും പല റേഞ്ചാണ്, പെട്രോളും ഡീസലും ഒക്കെ. എന്നാലും പെട്രോൾ വാഹനങ്ങളൊക്കെ ശരാശരി എങ്ങനെ പോയാലും ഒരു 14-15 ലിറ്റർ ഒക്കെ നമുക്ക് മൈലേജ് കിട്ടാൻ ഒരു ചാൻസസ് ഉണ്ട്. ഡീസലൊക്കെ വരുമ്പോൾ 22 ഒക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും മൈലേജ് ഫിഗേഴ്സ് ഉണ്ട്. ഇനി വാഹനത്തിന്റെ ഒരു വിലയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും 7 വേരിയൻസ് ആണെന്ന് പറഞ്ഞല്ലോ. ഏറ്റവും ടോപ്പിന്റെ വേരിയന്റിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും ബേസ് വേരിയന്റിൽ പറയുകയാണെങ്കിൽ 10.99 ലക്ഷം മുതൽ ഏറ്റവും ടോപ്പിന്റെ വേരിയന്റുള്ള SX ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത്, ഡ്യൂറ്റോണിലേക്ക് വരുന്ന സമയത്ത് 19.99 അതാണ് ഈ ഒരു വാഹനത്തിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ വാഹനത്തിന്റെ വാറണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 വർഷം അൺലിമിറ്റഡ് ആയിട്ടുള്ള വാറണ്ടിയാണ്. അതുകൂടാതെ തന്നെ നമുക്ക് 7 ഇയർ വരെ നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം. 1 lakh കിലോമീറ്റർ വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു വാഹനം റിവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് ചാക്കയിലുള്ള NBT ഹുണ്ടായിലാണ്. അവർ നമ്പേഴ്സ് ഞാൻ താഴെ കൊടുത്തേക്കാം. നമുക്ക് വാഹനത്തിന് ഡെലിവറി ഒക്കെ 1-2 മാസത്തിനുള്ളിൽ ഡെലിവറി കൊടുക്കാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വാഹനം ക്രെറ്റയെക്കുറിച്ച് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത് ഓൾറെഡി പ്രൂവൻ ആയിട്ടുള്ള ഒരു വാഹനമാണ്. ചുമ്മാ കാശ് കൊടുത്ത് മേടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒന്നും നോക്കണ്ട, അടിപൊളി ഒരു വാഹനമാണ്. പിന്നെ ടെസ്റ്റ് ഡ്രൈവ്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. അതുപോലെ സംശയങ്ങൾ എന്തെങ്കിലും തരത്തിൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് NBT ഹുണ്ടായി കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിടാം. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബ് മൈ ഷോ.